നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സ്വന്തം തകര, നായക സങ്കല്പത്തിന് പുതിയ ഭാഷ്യം നൽകിയ, ഒരുപാട് മലയാള സിനിമയിൽ അഭിനയിച്ച് മിന്നി പൊലിഞ്ഞ് വീണ്ടും തെളിഞ്ഞ നമ്മുടെ സ്വന്തം പ്രതാപ് പോത്തൻ. പ്രതാപ് പോത്തനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. എനിക്ക് താങ്കളെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. താങ്ക് യു. താങ്കൾക്ക് ഒരു ഇൻഹിബിഷനും ഇല്ല. താങ്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ മനസ്സിൽ വരുന്നത് അതുപോലെ പറയുകയും തോന്നുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ. താങ്കൾ മനസ്സിലൊന്ന് വെച്ചിട്ട് വേറൊന്ന് മുഖത്ത് കാണിക്കുകയോ പറയുകയോ ചെയ്യാറില്ല. ഇതാണ് താങ്കളുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത. ഗുഡാണോ ബാഡാണോ? ഒബ്വിയസ്ലി വളരെ നല്ല സ്വഭാവം. താങ്ക് യു. പക്ഷെ അതുകൊണ്ട് കുറച്ച് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? യു ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഹാപ്പിയാണോ? ഹാപ്പി റിലേറ്റീവ് അല്ലേ, ആരും ടോട്ടലി ഹാപ്പിയാന്ന് പറയാനൊക്കത്തില്ലല്ലോ. ബട്ട് ബേസിക്കായിട്ട് നോക്കിയാൽ ഐ എം ഹാപ്പി. സംതൃപ്തനാ? സോർട്ട് ഓഫ് അല്ലേ? സോർട്ട് ഓഫ്. ആരും അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഒരു ഹ്യൂമൻ ബീങ് 100% ഒരു സംതൃപ്തി ആർക്കും ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. ശ്രീ പ്രതാപ് പോത്തൻ എന്ന് പറഞ്ഞ ആൾ ഇതൊരു രണ്ടാമത്തെ ജന്മമാണ്. എന്താ കാരണം വെച്ചാൽ ഈ പിള്ളേർക്കൊക്കെ ഈ താങ്കളുടെ പഴയ അവതാരം അറിയില്ല. അവരിപ്പോൾ താങ്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് താങ്കളുടെ ഈ അടുത്ത കാലത്തുള്ള ഒരു രണ്ടാം വരവിലെ സിനിമകളാണ് അവരുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ രണ്ടാം വരവിൻ്റെ ഒരു ആവശ്യം താങ്കൾക്കില്ലായിരുന്നു. ആ ഒന്നാം വരവിൽ തന്നെ അങ്ങ് തുടരാമായിരുന്നു. അതിലൊരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മലയാളത്തിൽ വന്നപ്പോൾ എൻ്റെ ബ്രദർ ഒരു വലിയ പ്രൊഡ്യൂസറായിരുന്നു, ഹരി. അങ്ങനെയാണ് ഞാൻ പത്മരാജനെയും ഭരതനെയും മീറ്റ് ചെയ്യുന്നത്. ഭരതനെ എനിക്ക് കുറച്ച് കൂടുതൽ അറിയാമായിരുന്നു. താങ്കളുടെ നാടകമൊക്കെ കണ്ടിട്ടുണ്ട്. പാടും ഭരതൻ താങ്കളുടെ നാടകമൊക്കെ. അതെ. അങ്ങനെ കണ്ടിട്ട് ഭരതൻ എന്നെ കാസ്റ്റ് ചെയ്തതാണ്. ഹരിപോത്തൻ വാസ് അഗൈൻസ്റ്റ് ഇറ്റ്. തകരയിൽ അഗൈൻസ്റ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ DC ബുക്സിൻ്റെ ഗ്രാഫിക് നോവൽ തകരയുടെ റിലീസിന് പത്മനാഭൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം ഹരിപോത്തൻ വിളിച്ച് പറഞ്ഞു ഇവനെ സിനിമയിലാക്കരുതെന്ന്. സോ എൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇൻ മലയാളം സിനിമ. അപ്പോൾ എനിക്ക് 24 വയസ്സേ ഉള്ളായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന സോമൻ സാറും KP ഉമർ സാറും എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള വെരി ഫ്യൂ പീപ്പിൾ അതെ. ഈ താങ്കളുടെ ബ്രദർ തന്നെ താങ്കളുടെ ഒരു അഭിനയ ജീവിതത്തെ ടോർപ്പിഡോ ചെയ്യാൻ ശ്രമിച്ചെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഇല്ല, ഞാൻ ടോപ്പിഡോ എന്നല്ല പറയുന്നത്. അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ചിലപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയായിരിക്കും സിനിമ ലോകം നല്ലതല്ലാന്ന് തോന്നിയായിരിക്കും. വരട്ടെ. പ്രതാപ് പോത്തനെ പറ്റി പറയാനാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തൊട്ടേ എനിക്കറിയാം. ഭരതൻ്റെ കൂട്ടുകാരനായിട്ട് ഞങ്ങളൊന്നിച്ച് ഒരു ട്രെയിൻ യാത്ര രതിനിർവേദത്തിൻ്റെ ആഘോഷം കഴിഞ്ഞിട്ട്. രതിനിർവേദം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രതാപിൻ്റെ ചേട്ടനാണ്, ഹരിപോത്തൻ. ഞങ്ങളുടെ പ്രേമ സമയത്തൊക്കെ പ്രതാപിന് ഒരു ചെറിയ പങ്ക്, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഒരു പങ്കുണ്ടായിരുന്നു. അതിൽ പ്രതാപ് ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രതാപൻ ചേട്ടനും ഹരിപോത്തനുമായിട്ട് പിണങ്ങാനുണ്ടായ കാരണം. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ കൂടെ തന്നെ ഒരു നല്ല ഒരു ഫ്രണ്ടായിട്ട് കുറേ നാൾ കൂടി. ലളിത ചേച്ചി കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ താങ്കളും താങ്കളുടെ ജ്യേഷ്ഠൻ തമ്മിലുള്ള പിണക്കത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് താങ്കളും താങ്കളുടെ ജ്യേഷ്ഠൻ തമ്മിൽ നല്ല ശത്രുക്കളായി പിന്നീട്. എല്ലാ കുടുംബങ്ങളും അതുണ്ടാവും. നമ്മൾ 2 അംബാനീസ് എടുത്താലും അവർ തമ്മിൽ ഫൈറ്റ്. ബ്രദേഴ്സ് ഓൾവേസ് ഫൈറ്റ്. സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇപ്പം ഞാൻ സിനിമയിൽ വന്നപ്പോൾ ഞാൻ ഹരിപോത്തൻ്റെ ബ്രദറായിരുന്നു. ഈസ് ഹരിപോത്തൻസ് ബ്രദർ എന്ന് പറയും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ he is known as my brother. പ്രതാപ് പോത്തൻസ് ബ്രദർ.
So that, അത് മൂപ്പർക്ക് ഇഷ്ടമായില്ല. I don't think so. പക്ഷേ ഞാൻ നിങ്ങളുടെ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് യാതൊരു ശാശ്വതതയും ഇല്ല. ദർ ഇസ് നത്തിങ്, ഒരു സാങ്ക്ടിറ്റിയും ഇല്ല, ഒരു സ്ഥായിയായിട്ടുള്ള ഭാവമില്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അതൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഒള്ളി ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധമാണ് കുറച്ചും കൂടി ശാശ്വതം. ആ ഫിലോസഫിയാണ് താങ്കൾ കൊണ്ടു നടക്കുന്നത്. അതെ, എന്ന് വെച്ചാൽ എന്നെ 5 വയസ്സിൽ ലോറൻസ് സ്കൂളിൻ്റെ അവിടെ ഇല്ലാക്കി ഊട്ടിയിൽ. 5 വയസ്സിൽ 5 വയസ്സിൽ പ്രതാപത്തിന് ഒരു മുലക്കുപ്പിയും കൂടി അങ്ങോട്ട് പോയി. അതെ അതെ, കറക്റ്റ്, യു ആർ റൈറ്റ്. ആൻഡ് 5 വയസ്സിൽ നമ്മൾ അവിടെ പഠിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വരുന്ന ഒരു 2 മാസം 3 മാസമായിരിക്കും. അപ്പോൾ സോ യു സ്റ്റാർട്ട് ഡിപ്പെൻഡിങ് ഓൺ ഫ്രണ്ട്സ്. ഫ്രണ്ട്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ദേ റിമെയിൻ യുവർ ഫ്രണ്ട്സ് ഫോർ ലൈഫ്. വേറാസ് ഈ കുടുംബത്തിലാവുമ്പോൾ ദിസ് എ ലോട്ട് ഓഫ് ജലസി ആൻഡ് ഈ എന്നാ പറയുന്നത്, ഒരുപാട് ഈഗോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വലിപ്പം, ചെറുപ്പം, ദി എൽഡസ്റ്റ് ഫെലോ വാണ്ട്സ് മോർ, ദി സെക്കൻഡ് ഫെലോ, സ്വത്തിന്റെ പ്രശ്നങ്ങൾ അതെപ്പോഴും ഉണ്ടാവും. താങ്കൾക്കൊരു ഒരുപക്ഷെ ഒരു ലെജൻഡറി ആയിട്ടൊരു ഫാദർ ഉണ്ട്. അതുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴും മായാത്ത ഒരു മുദ്ര എന്ന് പറയുന്നത് താങ്കളുടെ ഫാദറാണ്. യെസ്. കുളത്തെങ്കിൽ ജോസഫ് പോത്തൻ. എനിക്ക് തോന്നുന്നു ബാക്കി പലതും താങ്കൾ മായ്ക്കാൻ ശ്രമിച്ചാലും താങ്കളുടെ ജീവിതത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുദ്ര എന്ന് പറയുന്നത് താങ്കളുടെ പിതാവാണ്. അത് ഷുവറാണ്. എന്ന് വെച്ചാൽ എൻ്റെ പിതാവ്, he was a Marxist. He was excommunicated from the church. പുള്ളിക്കാരൻ, he has got ഒരുപാട് സ്റ്റേക്കുകൾ, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു കേരള പോളിറ്റിക്സ് ഷേപ്പിംഗ്. അതാരും കേരള കോൺഗ്രസിൻ്റെ ഒരു അടിത്തറയിട്ട ആൾ കൂടിയാണ് ആയിരുന്നു. ദ സെയിം ഫെലോ ബോട്ട് ഡൗൺ ദ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി. വിമോചന സമരത്തിൽ 57 വിമോചന സമരത്തിനും പുള്ളി പങ്കെടുത്തു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ സംഭവബഹുലമായ ഒരുപാട് സംഭവങ്ങൾക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കിയത് താങ്കളുടെ പിതാവായിരുന്നു. അതെ. ആർ ശങ്കറിനെ താഴെ കൊണ്ടുവന്ന എൻ്റെ ഫാദർ. ആർ ശങ്കറിൻ്റെ ബെൻസിന് വേണ്ടിയുള്ള 2 കത്ത് അല്ലേ? അതെ, അത് ബ്ലിറ്റ്സിൽ പബ്ലിഷ് ചെയ്തു. പക്ഷെ അത് താങ്കളുടെ പിതാവല്ല ചോർത്തി കൊടുത്തത്. ഇല്ല, ഹീസ് ആസ്കിങ് 2 ബെൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കറപ്ഷൻ. അതൊരു കത്തായിട്ട് അങ്ങോട്ട് അയച്ചു? അല്ലല്ല, അത് ലീക്ക് ഔട്ടായിപ്പോയി. അത് ലീക്ക് ഔട്ട് ആയത് ബ്ലിറ്റ്സില്ല. ബ്ലിറ്റ്സ് അപ്പോഴത്തെ ഏറ്റവും വലിയ സ്കാൻഡൽ ഷീറ്റായിരുന്നു. ലീക്ക് ഔട്ട് ആയപ്പോൾ മൈ ഫാദർ വാസ് കോൾഡ് ദേർ. അങ്ങനെ പ്രതാപകാരത്തെ കരഞ്ചിയാണ് അതിൻ്റെ എഡിറ്റർ അല്ലേ? അതെ. മലയാളിയായ രാഘവനൊക്കെ കൂടെയുണ്ട്. അതെ. ആൻഡ് നമ്മുടെ വീട്ടിലെപ്പോഴും സഖാവ് ടി കൃഷ്ണപിള്ളയ എൻ്റെ ഫാദറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് കൊണ്ടുപോയത്. മൈ ഫാദർ വാസ് ദ ഫസ്റ്റ് ട്രഷറർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആൻഡ് ഒരുപാട് നാൾ ഒളിവിലുണ്ടായിരുന്നു. നിയർലി 8 years 7 years ഒളിവിലും സ്വാതന്ത്ര്യ സമയത്തിലും ഇത് രണ്ടിലും ഉണ്ടായിരുന്നു. ശങ്കർ മിനിസ്ട്രി കഴിഞ്ഞിട്ട് ഹീ സ്റ്റാർട്ടഡ് ദ കേരള കോൺഗ്രസ് പാർട്ടി. KM ജോർജ് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. സഖാവ് ടി കൃഷ്ണപിള്ള ഒരുപാട് പ്രാവശ്യം ഒളിവിൽ നമ്മുടെ വീട്ടിലായിരുന്നു. കൃഷ്ണപിള്ള, TV തോമസ്, ആ മുൻനിര നേതാക്കളൊക്കെ എവ്രി വൺ നമ്പൂതിരിപ്പാൽ സാറായാലും TV തോമസ് ആയാലും ഗൗരി തോമസ് ആയാലും അന്ന് അത്രയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ഒരു താവളമായിട്ട് താങ്കളുടെ വീട് മാറിയിരുന്നു. ആ ഗുണം വല്ലോ ശ്രീ പ്രതാപ് പോത്തിന് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് പോളിറ്റിക്സുമായിട്ട് വലിയ അടുപ്പമില്ലെങ്കിലും ഐ എം എ മാർക്സിസ്റ്റ് അറ്റ് ഹാർട്ട്. എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഡയലക്റ്റിക്സോ കാൾ മാർക്സിനെ പറ്റിയല്ല പറയുന്നത്. ഞാൻ അതിൻ്റെ ബേസിക് സത്തിനെ പറ്റി പറയുന്നത്. വാട്ട് ഇസ് എ മാർക്സിസ്റ്റ് വേൾഡ്? മാർക്സിസ്റ്റ് ഹാസ് കൈൻഡ് ഓഫ് ഹാർട്ട് ഫോർ ദ പുവർ പീപ്പിൾ. ആ മാനവികതയെ താങ്കൾ ബഹുമാനിക്കുന്നു. ആ ഒരു മാനവികമായ വശം അതെല്ലാ റിലിജനും ഉണ്ട്.
You respect the poor, you help the poor. താങ്കളുടെ പക്ഷേ ഈ മാർക്സിസ്റ്റ് വീക്ഷണമൊന്നും താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള താങ്കളുടെ ജേക്കബ് മാത്യു ചാക്കോച്ചനിലേക്ക് കുത്തിവെക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എന്ത് പറ്റി? No, that is a different thing. Let us drop that topic. താങ്കളുടെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരാളാണ് നമുക്കൊക്കെ വേണ്ടപ്പെട്ട മലയാള മനോരമയുടെ ചാക്കോച്ചൻ അല്ലെങ്കിൽ ശ്രീ ജേക്കബ് മാത്യു, അല്ലേ? No, I'd rather not talk. You don't about discuss that. politics. No, I don't discuss politics. I don't discuss, people who are very powerful. No. ഇല്ല, അവരുമായിട്ട് ഒരു കാര്യം ചർച്ച, അവരുടെ പ്രൊഫഷണൽ No, മാറ്റർ. that is their. അവരുടെ ഇതാ. പക്ഷേ സുഹൃത്ത് നിലയിൽ ശ്രീ പ്രതാപ് പോത്തൻ്റെ സിനിമയെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യാറില്ലേ? ഇല്ല. താങ്കളുടെ They know റോളിനെ nothing കുറിച്ചും about cinema. ചർച്ചയില്ല. ഇല്ല, അവർ they know nothing about cinema. സുഹൃത്തുക്കളുമായിട്ട് ചേരുമ്പോൾ ഏതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാറ്? എന്താ ചർച്ചയ്ക്ക് വരുന്നത്? But my friends, certain friends, നമ്മുടെ കോളേജ് ഡേയ്സ്, പഴയ കാലങ്ങളിൽ. പഴയ കാലം. But there are other friends whom I have, whom I talk literature, whom I talk other things to. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. താങ്കളുടെ ഏറ്റവും വലിയ സ്ഥിരനിക്ഷേപം എന്ന് പറയുന്നത്, ഒരു ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സാണ്, അല്ലേ? I've got the best friends. ശ്രീ പ്രതാപ് പോത്തൻ, താങ്കൾ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു കുഞ്ഞായിരുന്നു. എന്താ കാരണം? കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ്റെ ഒരു മകനായിരുന്നു താങ്കൾ. വെള്ളിക്കരണ്ടിയുമായിട്ടാണ് ജനിച്ചത്, സിൽവർ സ്പൂൺ. Yes. I'm lucky. അത് പിന്നീടൊരു അൺലക്കായി മാറിയത്. ബിക്കോസ് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഹി ഹഡ് മെയ്ഡ് പോളിറ്റിക്സിലിരിക്കുമ്പോൾ ഒരുപാട് എനിമീസ് ഉണ്ടാക്കും. ആൻഡ് വെൻ യു മേക്ക് എനിമീസ് ആൻഡ് വെൻ മൈ ഫാദർ വാസ് നോ മോർ then they could attack us. അവരെല്ലാം കയറി പിടിച്ചു. അങ്ങനെ നീണ്ട കാലത്തെ കേസസ്. And there was a 25-year-old case, sales tax നമ്മൾ അറ്റാച്ച് ചെയ്തു. സ്വത്ത് മുഴുവൻ അറ്റാച്ച് ചെയ്തു. Everything from being the richest, ഞാൻ ഏറ്റവും സ്വത്തുകാരൻ്റെ മകനായിട്ട് അറിയപ്പെടുന്നവൻ. I had nothing in my second year. ഡിഗ്രി 2ാം വർഷമായി കഴിഞ്ഞ് താങ്കൾ ദരിദ്രനായി മാറി. Absolutely. ഫീസ് കൊടുക്കാൻ പൈസ കിട്ടിയില്ല. അതുകൊണ്ടായിരുന്നു അതെങ്കിലും ചേർത്ത് അമ്മ അയക്കുമായിരുന്നു. പക്ഷേ 1ാം വർഷം വലിയൊരു സമ്പന്നൻ്റെ മകൻ, 2ാമത്തെ വർഷം ഫീസ് പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾ, വലിയൊരു എന്താ പറയുക, ഒരുപക്ഷെ ഇതുപോലുള്ളൊരു പ്ലമറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ഒരാൾക്കും ഉണ്ടാകാൻ സാധ്യതയില്ല, ഒരു വീഴ്ച. ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ച താങ്ങിയെടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്ത് അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സും, നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് അവർ 5ാം വയസ്സിലൊക്കെ പോയി ഒരു ബോർഡിങ്ങിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം കാര്യം പാകേണ്ടതാണ്. പക്ഷെ താങ്കൾക്കതായില്ല. ഒരുപാട് വിഷമിച്ചല്ലേ? പിന്നെ നിങ്ങൾക്കൊരു കൊച്ചുണ്ടെങ്കിൽ, 5 വയസ്സുള്ള കൊച്ചുണ്ടെങ്കിൽ നിങ്ങൾ പോയി ബോർഡിംഗ് സ്കൂളിലാക്കുക. വിൽ നെവർ ഡു ദാറ്റ്. പക്ഷേ എൻ്റെ അച്ഛൻ പറയുന്ന എന്നെ കൊണ്ടുപോയി ആക്കിയപ്പോൾ തിരിച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. അവർ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇവനും മറ്റവർ രണ്ടുപേരെ പോലെ ആവണോ എന്ന് ചോദിച്ചു. പക്ഷേ താങ്കളുടെ പിതാവിനൊരു കാഴ്ചപ്പാട് താങ്കളെക്കുറിച്ച് ഉണ്ടായിരിക്കാം, താങ്കളെ നല്ല രീതിയിൽ വളർത്താനുള്ളൊരു, അല്ലേ? എനിക്ക് വളരെ ഷോർട്ട് പീരീഡ് എൻ്റെ ഫാദറിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റും. 15 വയസ്സായപ്പോൾ ഫാദർ മരിച്ചു. ഫാദർ മരിച്ചു. അപ്പോൾ ഫാദറിൻ്റെ സ്നേഹമൊന്നും അങ്ങനെ അനുഭവിക്കാനുള്ളൊരു അല്ല, എന്നെ പറ്റുമെന്നറിയാമോ? ഇങ്ങനെ പോയി ബോർഡിംഗ് സ്കൂൾ ഇടുമ്പോൾ ഇപ്പോൾ 2-3 മാസം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയ്ക്കും ഒരു ഗിൽറ്റ് കോംപ്ലക്സ് വരും. അപ്പം നമ്മൾ സ്പോയിൽ ചെയ്യും, പാമ്പർ ചെയ്യും, അല്ലാതെ പാമ്പർ ചെയ്യും. ദാറ്റ് പാമ്പറിങ് വാസ് ബാഡ് ഫോർ മീ. വെൻ യു ആർ എ പാമ്പേർഡ് ബോയ്, പിന്നെ ഈ താഴ്ച എടുക്കാൻ ഭയങ്കര പാടാണ്. കറക്റ്റ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ സ്കൂൾ ജീവിതം നിങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചതാണ് ഞാൻ അറിഞ്ഞത്. ആദ്യകാലത്തെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് താങ്കൾ വീണ്ടും ആ സ്കൂളിലങ്ങ് ലയിച്ചു, അല്ലേ? പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറെ തന്നെ ലൈൻ അടിച്ചു തുടങ്ങി. അതില്ല. പക്ഷേ സ്കൂള്, നമ്മുടെ സ്കൂൾ ലോറൻസ് സ്കൂൾ എന്ന് പറയുന്ന ആ സമയത്ത് ഇറ്റ് ഈസ് എ വെരി ബ്രൂട്ടൽ സ്കൂൾ. എനിക്കത് വായിച്ചിട്ടും അറിഞ്ഞിട്ടും എനിക്ക് ഭയങ്കരമായ ഒരു വൈരുദ്ധ്യം. എന്താ കാരണം വെച്ചാൽ കുട്ടികളെയൊക്കെ ഭയങ്കര നിർദാക്ഷിണ്യം മർദ്ദിക്കുകയോ അടിക്കോ
എല്ലാവർക്കും അടികൊള്ളും. എസ്പെഷ്യലി ഞാൻ ഏറ്റവും ഷോർട്ട് ഫെലോ ആകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അടി കിട്ടുന്നത്. ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടിരുത്തുക. അതെ. പക്ഷേ ഞാനൊരു ഐ വാസ് ആഡ്സ് പേഷ്യൻ്റ് ആൻഡ് അറ്റൻഷൻ ഡെഫിഷ്യൻസി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്ലാസ്സിലെ ടീച്ചേഴ്സും എന്നെ ആയിരിക്കും ആദ്യം തല്ലുന്നത്. നമ്മൾ അത്രയും ബഹളം ഉണ്ടാകും ക്ലാസ്സിൽ. ഒരു കുറുമ്പന കുസൃതിക്കാരനായിരുന്നു താങ്കൾ. ആയിരുന്നു. ആൾക്കാരെ കളിയാക്കുക, പ്രാങ്ക്, പ്ലേയിങ്, ഇതൊക്കെയായിരുന്നു താങ്കളുടെ വിനോദങ്ങൾ. പക്ഷെ എന്നാലും പഠിക്കാനൊന്നും മോശമായിരുന്നില്ല. I was an average student. I was not a... എൻ്റെ ക്ലാസ് വെച്ച് നോക്കുമ്പോൾ ക്ലാസ് ഓഫ് 68 ലോറൻസിലെ എല്ലാവരും വലിയ വലിയ ആളുകളാണ്. ഇപ്പം അരുൺ കുമാർ എന്ന് പറയുന്ന അരുൺ കുമാർ, പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്തിൽ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. ബട്ട് ലോറൻസ് സ്കൂളിലായിരുന്നു സ്കോളർഷിപ്പ് ഉള്ളത്. ടുഡേ ഒബാമയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഓഫ് കോമേഴ്സ്. Like that, we've got so many people in എൻ്റെ ക്ലാസ്സിൽ. എല്ലാം ബ്രില്യൻറ്റ് പീപ്പിൾ ആയിരുന്നു. സി ബാലഗോപാൽ, ഒരുപാട് പേരുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. ദാറ്റ് ഹെൽപ്പ് മീ അലോട്ട്. അതെൻ്റെ ഫാദർ ഇൻകൾക്കേറ്റ് ചെയ്ത് എനിക്ക് ആ ഹാബിറ്റ് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ഇൻകൾക്കേറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ഒരുപാട് ലിറ്ററേച്ചർ, വേൾഡ് വൈഡ് ലിറ്ററേച്ചർ എനിക്ക് പഠിക്കാൻ ഒത്തു. സ്കൂളിൽ തന്നെ താങ്കളുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ വിനിയോഗിച്ചു തുടങ്ങിയ സ്കിറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലാതെ ഒരു ഫുൾ ബ്ലോൺ ആർട്ടിസ്റ്റിലേക്ക് വരാനുള്ള സാധ്യത. ഏറ്റവും ഷോർട്ടസ്റ്റ് ഫെലോനെ കേട്ടതില്ല, സ്റ്റേജ് കേട്ടതില്ല. പക്ഷെ എൻ്റെ ഫുള്ളായിട്ട് തുടങ്ങുന്ന മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ. പക്ഷെ അന്ന് നടത്തിയിട്ടുള്ള എല്ലാ വേലത്തരങ്ങളും ഇന്ന് താങ്കളുടെ മനസ്സിലുണ്ടല്ലേ? സ്കൂളിലുള്ളത് ചേർന്നത് മുതൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ സംഭവവാസങ്ങളും താങ്കളുടെ മനസ്സിലുണ്ട്. ആ സ്കൂൾ വിട്ടിറങ്ങിയപ്പോൾ ഒരു ആശ്വാസം തോന്നിയോ, അതെയോ പെട്ടെന്നൊരു എന്താ പറയുക, ഒരു വിടവ് തോന്നിയോ? എന്താണ് ആക്ച്വലി ഫ്രീഡം? യു ഗോട്ട് ദ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു 700 acres യു ആർ നോട്ട് അലൗഡ് ടു ഗോ ഔട്ട്. നമ്മളെ അടിക്കും, നമ്മളെ സഡനായിട്ട് നമുക്കുള്ളൊരു ഫ്രീഡം കിട്ടും. പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ മതിൽ ചാടില്ലായിരുന്നു? അതൊക്കെ ചാടും, അതൊക്കെ പോകും, അതൊക്കെ പിടിക്കും, അതിനടി വാങ്ങിക്കും, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫ്രീഡം കിട്ടുന്ന നമുക്ക് ഈ സ്കൂൾ വിട്ട് പോകുമ്പോൾ. ആ പഴയ ടീച്ചർമാരെയൊക്കെ ഇപ്പോൾ കാണാറുണ്ടോ? ഇല്ല, ഒരുപാട് പേര് വലിച്ചു പോയിട്ടുണ്ട്. ഒരു ടീച്ചറെ എന്തായാലും താങ്കൾ മറന്നിട്ടില്ല എന്നോട് ഒരാൾ പറഞ്ഞു. താങ്കളുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ആ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറെ പ്രതാപ് മറക്കില്ല. അത് ഏത് ടീച്ചറായിരിക്കും? 2-3 ടീച്ചറുണ്ട്. ഓ, 3 പക്ഷെ ഒന്ന് ഞാൻ എൻ്റെ പ്രെപ് സ്കൂളിലുള്ളൊരു ടീച്ചറുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു ആ ടീച്ചറിന്. ആ ടീച്ചറിൻ്റെ ഒരു ബോയ് ഫ്രണ്ട് കാണാൻ വരുമായിരുന്നു. അങ്ങനെ ടയറൊക്കെ കുത്തി പൊളിച്ച് അസൂയ കാരണം. ആ ടീച്ചറിൻ്റെ പേര് ഞാൻ വേണേൽ പറയാം, പ്രിൻസ്. യെസ്, റൈറ്റ് ഗ്രേറ്റ്. പിന്നീട് കണ്ടിട്ടുണ്ടോ ടീച്ചറെ? കണ്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ പ്രതാപ്ജി ആ ഒരു വഴിയിലേക്കൊക്കെ പോയി അവരെയൊക്കെ ഒന്ന് കാണണം. ഇനി അതൊക്കെ ഭയങ്കര ഇല്ല. ഇപ്പം ഞാൻ ഈ പ്രാവശ്യം സ്കൂളിൽ പോകുമ്പോൾ സ്കൂളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം എല്ലാം ചൂടാക്കിക്കൊണ്ട് തരുമ്പോൾ അപ്പോഴത്തേക്കും തണുത്തിരിക്കും. അപ്പം ആ ഡീഫോറസ്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. നിറയെ ട്രീസും 750 acres ഉണ്ടായിരുന്നു ആ സ്കൂളിൽ. ആ ബ്യൂട്ടി ആയിരുന്നു. ഐ ഓൾവേസ് വോണ്ട് ടു ടേക്ക് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഡെയ്സി എടുത്തത്. ഡെയ്സി എന്നുള്ള സിനിമ ആ ഒരു പശ്ചാത്തലമായിരുന്നു. സ്റ്റോറി. എന്തായാലും സ്കൂൾ കഴിഞ്ഞു, താങ്കൾ സ്വാതന്ത്ര്യം വാങ്ങി അനുഭവിച്ചു തുടങ്ങി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് അത് വലിയൊരു വഴിത്തിരിവായിരുന്നു. എനിക്ക് ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജാണ്. MCC ആണ് തങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിച്ചത്. യെസ്. MCC നൽകിയിട്ടുള്ളൊരു ഊർജം, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, ഒരു പെർസ്പെക്റ്റീവാണ് ഒരു പക്ഷേ താങ്കളുടെ ജീവിതം മാറ്റിമറിച്ചത്. യെസ്. എനിക്ക് തോന്നുന്നു ഭരതൻ താങ്കളെ കാണുന്നതും MCC വിദ്യാർത്ഥിയായിരിക്കും സമയത്താണല്ലേ? അല്ലേ? ഒരു നാടകത്തിലാണ് താങ്കളെ കണ്ടുമുട്ടിയെന്ന്. അത് MCC കഴിഞ്ഞിട്ട് ഞാൻ അഡ്വർടൈസിങ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ്. ആ സമയം ഞാൻ ബോംബെയിലായിരുന്നു. ഞാൻ പിന്നെ തിരിച്ച് മദ്രാസിൽ വന്ന്
ഞാൻ മദ്രാസ് പ്ലേയേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഗിരീഷ് കർണാട് സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പാണ്. അതിൽ ആൻഡ്രോക്ലീസ് ഇൻ ദ ലയൺ എന്ന് പറഞ്ഞ ഒരു പ്ലേയിലാണ് പുള്ളിക്കാരൻ എന്നെ കണ്ടത്. അത് ഞാൻ ലയണായിട്ട് ആക്ട് ചെയ്ത. സോ ഇറ്റ്സ് നോ ഡയലോഗ്, ഇറ്റ്സ് മൈമിങ്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ കണ്ട് ഈ കാശ്മീർ ആരവം. അപ്പോൾ ചെന്നൈ വളരെ സജീവമായിരുന്നു അങ്ങ്. ഒരാൾ വരട്ടെ. ഹായ് പ്രതാപ്, 1970 നമ്മൾ കോളേജിൽ ആദ്യമായിട്ട് കാണുന്നു. ആദ്യം മുതലേ എല്ലാവരും പറഞ്ഞു പ്രതാപ്പിന് സ്റ്റേജിൽ നല്ല കഴിവുകളുണ്ടെന്ന്. എന്നെപ്പോലെ പലരെയും IIC സ്റ്റേജിൽ കയറാത്ത ആളുകളാണ്. പ്രതാപ്പ് ഞങ്ങളെ സ്റ്റേജിൽ കയറ്റി പല പല അവാർഡുകളും കിട്ടി. ഈ കഴിവല്ലേ ഭാവിയിൽ സിനിമയിൽ ഉയരാൻ കാരണം? ഇതെങ്ങനെ കിട്ടി ഈ കഴിവ്? താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്കറിയാം. പുള്ളിക്കാരൻ്റെ പേരും പോത്തൻ. ഈ കഴിവ് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതൊക്കെ താങ്കളുടെ DNA ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ വയലാർ ഗർജിക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടിയിലെ P. ഭാസ്കരൻ എഴുതിയത്. ഷീ വാസ് ഇൻ ദ മാർക്സിസ്റ്റ് പാർട്ടി. ആദ്യമായിട്ട് പാടുന്ന പുള്ളിക്കാരത്തിയാണ്. ഓ ശരി. ആ പാട്ട്. 2 സിസ്റ്റേഴ്സ് അല്ലേ ഉള്ളത്? 2 സിസ്റ്റേഴ്സ്. ഒരെണ്ണം മരിച്ചു, ബാക്കിയുള്ളവരൊക്കെ മരിച്ചു. ഓൺലി ദ സിസ്റ്റേഴ്സ് ലെഫ്റ്റ്. പുള്ളിക്കാരത്തി ഷീസ് എ വീണ എക്സ്പെർട്ട്. ഷീസ് എ PhD ഇൻ ആർട്ട്. DNA ഉണ്ടായിരുന്നു അത്. പ്രതാപ്ജി നല്ല പാട്ടുകാരനായിരുന്നല്ലേ? ഇല്ല, ഇപ്പം എൻ്റെ തൊണ്ട പോയിരിക്കും. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല, എനിക്കറിയാം. താങ്കളുടെ തൊണ്ട പോയത് കൊണ്ട്. ഇല്ല. പക്ഷേ ഏത് പാട്ടായിരുന്നു താങ്കളുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ട്? എനിക്ക് ഇളയരാജയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് സ്കൂളിൽ വളർന്നുകൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ബീറ്റിൽസിൻ്റെയും എല്ലാം ആ റോക്ക് മ്യൂസിക്. സ്വാഭാവികമായിട്ടും മലയാളി ആദ്യം കണ്ടിട്ടുള്ള ഹിപ്പി താങ്കളായിരുന്നു. അത് ശരിയായിരുന്നു. എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തൊക്കെ ഇത്ര നീട്ടി മുടിയൊക്കെ വെച്ച് നടന്ന ഹിപ്പി ആണാണോ പെണ്ണാണോ ഒന്നും ഭയങ്കരമായിരുന്നു. ഒരുപക്ഷെ താങ്കൾ ചെറുതല്ലാത്തൊരു ട്രെൻഡ് സൃഷ്ടിച്ച ഒരാളാണ്. ഈ താങ്കളുടെ ജീവിതരേഖയിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വിസ്മരിക്കാൻ കഴിയാത്ത ഒരുപാട് ഏടുകൾ താങ്കൾക്കുണ്ട്. താങ്കളിപ്പോൾ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഒന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും വരട്ടെ, ഒരാൾ വരട്ടെ. പ്രതാപ് പോത്തൻ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ആരംഭിക്കുന്നത് എൻ്റെ സ്കൂൾ ഫൈനൽ കാലഘട്ടത്തിൽ നിന്നാണ്. ആരവം, തകര തുടങ്ങിയ സിനിമകൾ കണ്ടിട്ട് ഈ പുതിയ നായക നടനെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് നോക്കിയത്. അതിനു മുൻപ് കണ്ടിട്ടുള്ള നായക സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമുള്ള ആൾ. പിന്നീട് ഈ നടൻ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ തെരഞ്ഞു പിടിച്ച് കണ്ടു. ബാലു മഹേന്ദ്ര സാറ് ഡയറക്റ്റ് ചെയ്ത അഴിയാത കോലങ്ങളിൽ ഉള്ള ചെറിയ റോള് തൊട്ട് ഒരുപാട് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ഫോളോ ചെയ്തു, സിനിമകൾ കണ്ടു. അന്നൊക്കെ കണ്ണട വെക്കണം, താടി വളർത്തണമെന്നൊക്കെ ആഗ്രഹം തോന്നിയത് പ്രതാപ് സാറിൻ്റെ താടിയും കണ്ണടയൊക്കെ കണ്ടിട്ടാണ്. മലയാളത്തിലൊരു പ്രത്യേക ട്രെൻഡ് താങ്കൾ സൃഷ്ടിച്ചു. ഇതൊന്നും ബോധപൂർവമായിരുന്നില്ല, താങ്കൾ അറിയാതെ സംഭവിച്ചത്. അതെ, സിനിമയിലേക്കുള്ള വരവ് തന്നെ അറിയാതെ സംഭവിച്ചത്. ദാറ്റ് ഈസ് ട്രൂ. കത്തിയുടെ മുമ്പേ നിൽക്കാനൊക്കെന്ന് ചോദിച്ചു ഭരതൻ. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പോയി നിന്ന് കൊടുത്തു. മൂടിയൊക്കെ മുറിച്ചു. ഇവിടെ കത്തി ഒന്നും ഞാനിങ്ങനെ കണ്ണടച്ച് നിൽക്കുമായിരുന്നു. പിന്നെ പോയി നോക്കിയാൽ ഇങ്ങനെ ഒരു മുഷോടാ പൊട്ടി കണ്ണാടി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വയസ്സ് നിൽക്കുന്നു. അങ്ങനെ വല്ല വിക്കൽ വന്നായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയിരുന്നു. അന്ന് എന്ത് വേണമെങ്കിൽ ചെയ്യുമായിരുന്നു. സിനിമയ്ക്കെന്ന് വെച്ചാൽ ഒരു അത്രത്തോളം എനർജി ആയിരുന്നു, ഭയങ്കര എനർജി ആയിരുന്നു. പക്ഷെ ആരവം വേണ്ട രീതിയിൽ അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. ആരവം ഐ കെം മച്ച് എഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ഇപ്പം അതെ, പലതും കാലത്തിന് മുമ്പേ വരും. അത് മാജിക് റിയലിസം ആയിരുന്നു. ഇപ്പം നിങ്ങൾ ആമേൻ കാണുന്നില്ലേ? ആമേൻ്റെ യുനോ നടക്കാം ഈ സംഭവം, പക്ഷേ ഒരു മാജിക്കലാണ്. അതായിരുന്നു ആരവം. ഒരു സർക്കസ് വരുന്നു ഒരു നാട്ടിൽ. ഒരു പക്ഷേ ആ സിനിമ ഇന്നോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം ഇറങ്ങിയിരുന്നെങ്കിൽ അത് വൻ വിജയമാകുമായിരുന്നു. അതൊരു ഗെസ്സിങ് ആണ്, നമുക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അത് സിങ്ക് ചെയ്തില്ല. ആബ്സല്യൂട്ട്ലി. ഞാനും ഭരതനുമായിരുന്നു ഫസ്റ്റ് ഡേ തിയേറ്ററിൽ. ചർച്ച ചെയ്തോ അതിനെക്കുറിച്ച്? ഒരുപക്ഷെ ഭരതനുമായിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടെ ചർച്ച ചെയ്യാനുള്ളൊരു ഇല്ല. ഭരതൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ
he had drawn out the entire story. ആദ്യം കമലഹാസനെ അപ്രോച്ച് ചെയ്ത് ഇത് ചെയ്യാൻ നെടുമുടി വേണു. ആ പിന്നെ കമൽ ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ നെടുമുടി വേണുവിനെ ചൂസ് ചെയ്തു. എൻ്റെ റോൾ ആക്ച്വലി ആയിട്ട് ഞാൻ പുള്ളിക്കാരനെ മസ്കാടിച്ച് ഇങ്ങനെ ആക്കിയതാണ്. ആക്ച്വലി കൊക്കർകോസ് എൻ ഓൾഡർ പേഴ്സൺ. യഥാർത്ഥത്തിൽ താങ്കളല്ല വരേണ്ടത്. ഞാൻ പുള്ളിക്കാരനെ ഭയങ്കര ജാളർ അടിച്ചിട്ടാണ് ഈ റോള് കിട്ടിയത്. അഭിനയിക്കാൻ വല്ലാത്തൊരു ദാഹം ഉണ്ടായിരുന്നു. ഈ സ്റ്റേജിൽ കയറിയാൽ നമുക്ക് ആ ദാഹം വന്നു. എന്ന് വെച്ചാൽ സ്റ്റേജിൽ നമ്മൾ കയറുമ്പോൾ ഡയറക്ടർ പുറയില്ല, ആർക്കും സ്റ്റാർട്ടിങ് കേട്ട് പറയാനൊക്കത്തില്ല. പിന്നെ നമ്മുടെ ഇമോഷൻസ് ഇസ് കണ്ടിന്യൂസ്. ഒരു ക്യാമറ നിർത്തി വെച്ചിട്ട് അവിടെ പോയി നിൽക്കാൻ, പിന്നെ ആ സെയിം ഇത് കണ്ടിന്യൂ ചെയ്യാൻ അതില്ല. സ്റ്റേജ് യു ആർ ദ കിങ്. നാടകം തരുന്നൊരു സുഖം സിനിമയിലില്ല. ഇല്ല, ബിക്കോസ് യു ആർ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദി ഓഡിയൻസ്. രണ്ട് വേറെ ആർക്കും നിയന്ത്രണമില്ല. ആർക്കും ഇല്ല. കയറ്റി വിട്ടാൽ പിന്നെ പോയി. അത്രേ ഉള്ളൂ. പല ആൾക്കാരും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഹാംലെറ്റ് ചെയ്യുമായിരുന്നു. പുള്ളിക്കാരൻ ഈ ഇത് എല്ലാ പ്രോപ്സൊക്കെ വെച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് പിടിച്ചോണ്ട് ടു ബി ഓർ നോട്ട് ടു ബി ഇസ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഇതങ്ങ് വേഗം അങ്ങ് ചുറ്റാൻ പോയി. അത് മെനി മെനി ജോക്സ് ദറ്റ് ഹാപ്പൻ ഓൺ സ്റ്റേജ്. ബട്ട് സ്റ്റേജിൽ ആ ഒരു ആക്ടറിൻ്റെ ഒരു ട്രെയിനിങ് പോയിന്റ്. എനിക്ക് തോന്നുന്നു പിന്നെ മലയാളത്തിലും അല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ തമാശകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നാടകവുമായി ബന്ധപ്പെട്ട. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ സംഭവിക്കുന്ന യേശുക്രിസ്തുവായിട്ട് അഭിനയിച്ചപ്പോൾ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ഒരു ചെറിയ തുണി മാത്രമാണ് ചുറ്റിയിട്ട് ഒരാൾ കുരിശുമ്പ കയറിയത്. അവസാനം തുണിയും കഴിഞ്ഞു പോയി. ഒരുപാട് നടക്കും, എസ്പെഷ്യലി സ്റ്റേജ്. അതൊന്നും സിനിമയെ സംഭവിക്കില്ല. ഇല്ല, സെക്കൻഡ് ടേക്ക് ഉണ്ട്, തേർഡ് ടേക്ക് ഉണ്ട്. അവൻ്റെ ഇത് കഴിഞ്ഞു പോയി, ഒന്ന് വെച്ച് ഒരു പ്രാവശ്യം കൂടെ എടുക്കാമെന്ന് പറയാം, അത്രേ ഉള്ളൂ. ആരവത്തിന് ശേഷം മലയാള സിനിമ കണ്ടെത്തിയ ഒരു പുതിയ നായകൻ താങ്കളായി മാറി. ഭരതൻ വിട്ടില്ല താങ്കളെ. ഇല്ല, താങ്കൾ മാസ്ക് അടിച്ചിട്ടാണ് ആ ഫസ്റ്റ് സീൻ മേടിച്ചതെങ്കിൽ തന്നെയും. പക്ഷേ എന്തോ ഭരതന് എവിടെയോ ശ്രീ പ്രതാപ് പോത്തൻ കൊളുത്തി. എവിടെയോ അദ്ദേഹത്തിൻ്റെ മെഡുല ഒബളാങ്കട്ടിയിൽ താങ്കൾ കയറിയിരുന്നു. അങ്ങനെ തകര എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണ ചിത്രം ഇപ്പോഴും ശ്രീ പ്രതാപ് പോത്തെന്ന് ഒരാൾ പറയുമ്പോൾ ഒരാളുടെ പ്രതികരണം തകര മാറിയിട്ടില്ല. എത്ര വർഷം കഴിഞ്ഞു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പറ്റുന്നില്ലല്ലേ? ഒരിക്കലുമില്ല. ആരെ മറക്കാൻ പറ്റുന്നില്ല? അത് അല്ല, സുരേഖല്ല. നല്ല ഭംഗി എന്ന് പറയുന്ന പത്മരാജൻ്റെ വാർത്തകൾ വരട്ടെ. ഹലോ പ്രതാപ്, ഹൗ ആർ യു? കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പ്രതാപിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു. മൈ ഫസ്റ്റ് ഹീറോ ഇൻ 1980 and I think I was your first heroine if I'm sure. And ആ പടം was a real experience and it still lingers in our memories. I think every artist who worked in that film will agree with this. And Pratap, I just want to ask you one question. Do you do the same thing again, like you wear the same jeans for 10 days which you did for Tagara? അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. And അപ്പോൾ നടനായ പ്രതാപ് ഇപ്പോൾ he is a producer, director, writer. You've gone places and you're rocking in movies again. I'm very happy and I'm very happy for you. Please continue your service and your acting career. Service I meant is towards yourself. തിരിച്ചു വാ, അങ്ങ് പോയി. ഇല്ല, ഞാൻ പുള്ളിക്കാരത്തിലൊക്കെ പറയുമായിരുന്നു, യു കാൻ സീ ദ പിക്ചർ. അഡൽസിൻ്റെ പിക്ചറായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. സർട്ടിഫിക്കറ്റ്. യു കാൻ സീ ദ പിക്ചർ, ഹൗ കൻ യു സീ ദ പിക്ചർ? അത് ഭയങ്കര ഒരു വൈരുദ്ധ്യല്ലേ? സർട്ടിഫിക്കറ്റിലെ നായികയ്ക്ക് ആ സിനിമ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
not to see, but ഷി വുഡ് ഹാവ് ഡെഫിനറ്റ്ലി സീൻ ഇറ്റ്. definitely, definitely. പക്ഷേ സുരേഖയൊക്കെ ആ ഒരു പക്ഷേ ഇപ്പോഴും പ്രതാപ്ജിയെ ഓർമ്മിക്കുന്നത് ആ ഒരു സിനിമയും അതിൻ്റെ അഭിനയവുമായി ബന്ധപ്പെട്ട ഒരു വല്ലാത്തൊരു ഊഷ്മളമായ ഒരു അവസ്ഥ. തകര എടുക്കുമ്പോൾ എല്ലാവരും പൊട്ടിക്കിടക്കുമായിരുന്നു. അതിൽ ഭാരതൻ്റെ ആരവം പൊട്ടി, നെടുമുടി വേണുവിൻ്റെ ആരവം പൊട്ടി, ഞാൻ പൊട്ടി, എല്ലാവരും പൊട്ടിയിരിക്കുന്ന സമയമാണ്. ഈ പടത്തിൽ നമ്മൾ വി ഗേവ് ആർ ലൈവ്സ് ടു ഇറ്റ്. ഇത് വിജയിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഒരു വ്രതമായി മാറി. എന്നിട്ടും ഇത് 5 മാസം പെട്ടി കിടന്നു, ആരും വാങ്ങിക്കാതെ. പീപ്പിൾ വർ ഡൂയിങ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ടു സ്റ്റോപ്പ് ദിസ് പിക്ചർ. അപ്പോഴാണ് ഈ പാവമണി വന്ന് ഇതെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കാരമൽ ജോണി എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബിക്കേം എ ബിഗ് ഹിറ്റ്. ഓരോ പടത്തിന് അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു നിമിത്തങ്ങളുണ്ട്. അതെ, ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് ഇതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി. എത്ര പേരുടെ കാരിയർ പോയി കാണും അതിൽ. വേണുമല്ലാതെ വേണു ഇസ് എ കോമ്പറ്റന്റ് ആക്ടർ, സോ ഇവിടെ ആക്ടഡ് യുനോ. ബട്ട് ബാക്കിയുള്ളവനൊക്കെ ഭാരതനും ഞാനുമൊക്കെ വുഡ് ബീൻ ഫിനിഷ്ഡ്. അപ്പോൾ എവിടെയോ ഒരു ഭാഗ്യം പ്രതാപ്ജിയിലുണ്ട് അത് ഡെഫിനറ്റ് ആയിട്ടുണ്ട് അല്ലേ? എന്തെല്ലാം കുരുത്തക്കേട് ചെയ്താലും അത് വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് താങ്കളെ. ഐ എം ലക്കി. ആ ജീൻസ് എന്ത് ചെയ്തു? ഇട്ടോണ്ട് വരണമെന്ന് വിചാരിച്ച സുരേഖ അത് മറക്കത്തില്ല. അതൊരു ദുരന്തമായിട്ട് സുരേഖയുടെ ജീവിതത്തിൽ ഉണ്ടാവും. 10 ദിവസമൊക്കെ ഒരു ആളുടെ ജീൻസ് ഊരാ നടന്നു എന്നാണ് പറയുന്നത്. അത് അഴിയാത്ത കുളങ്ങളിലും അന്ന് തമിഴ് സിനിമ അറിയാമല്ലോ, ഓൾ ഹീറോസ് പാൻ കേക്ക്. ഇത് ബാലുമേന്ദ്ര നമ്മളെ കൊണ്ടുവരുമ്പോൾ നോ മേക്കപ്പ്, നമ്മളാദ്യം ജീൻസൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. പറഞ്ഞത് എന്നാ ഇത് ആൾക്ക് വേറെ പാൻറ് ഒന്നും പോട മുടിയാതാ ഇത് ഇതില്ലേ ഇതാ ഒരു പാൻറ് ഞാൻ സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്നുണ്ട്. ബെൽ ബോട്ടം ചേർന്നു. ഈ പാൻറ്റാണോ പിന്നെ ഊരായിരുന്നത്? സിനിമ താങ്കളെ ഒരു വേറൊരു ഓർബിറ്റിലേക്ക് കൊണ്ടുവന്നു. ആ എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത മിക്ക സിനിമകളും തമിഴ് ആഫ്റ്റർ ദാറ്റ്. പക്ഷെ താങ്കൾക്കൊരു സിനിമയിൽ താങ്കൾക്കൊരു രാശി ഉണ്ട് എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞു. താങ്കളുടെ ജീവിതം സിനിമയാണെന്ന് പിന്നീട് ബോധ്യമായി. എനിക്ക് ബോധ്യമായി. പക്ഷേ അതിനു ഞാൻ ആക്ടറായിട്ട് ലിമിറ്റഡ് ആകും എന്ന് വെച്ചാൽ ഐ എം നോട്ട് ദ കൈൻഡ് ഓഫ് ഫൈറ്റിംഗ് ഡാൻസിങ് സ്റ്റാർ ആകാനൊക്കത്തില്ലെന്ന് എനിക്ക്. പക്ഷേ താങ്കളുടെ മുഖത്തൊരു എന്താ പറയുക ഒരു പക്ഷേ ആരെയും ആകർഷിക്കുന്ന ചില ഭാവതലങ്ങളുണ്ട്. ഇപ്പോഴും എനിക്കും താങ്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ സീരിയസ് ആയിട്ട്, അത് ഞാൻ മാത്രമല്ല പറയുന്നത്, ഒരു പക്ഷേ ഒരാൾ പറയട്ടെ. പ്രതാപിൻ്റെ ഒരു പഴയ സാറെന്നുള്ള രീതിയിൽ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ എനിക്ക് അനുവദിച്ചു തരാമല്ലോ. നമ്മൾ തമ്മിൽ പ്രായത്തിൻ്റെ വലിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ പേരിലും ആ സ്വാതന്ത്ര്യം എനിക്ക് ഉപയോഗിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഭരതൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പ്രതാപൻ്റെ നിഷ്കളങ്കമായ ഒരു മണ്ടൻ സമീപനം എല്ലാറ്റിനകത്തുള്ള ഉണ്ടായിരുന്നു. ആ സമീപനമാണ് വാസ്തവത്തിൽ ജീവിതത്തിൽ ഞാനെന്നും ഇഷ്ടപ്പെട്ടത്. ആ മണ്ടത്തരം കാണിക്കുന്ന ആ മണ്ടത്തരത്തിൻ്റെ രുചിരേഖ പോലുള്ള ആ നിഷ്കളങ്കമായ ഭാവങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് പ്രതാപനെക്കുറിച്ചുള്ള എൻ്റെ വളരെ സുന്ദരമായ ഒരു തോന്നലും അഭിപ്രായവുമൊക്കെ. താങ്കളുടെ അധ്യാപകനാണ് ആ മണ്ടൻ എന്നുള്ളത് അദ്ദേഹം ഇൻവെർട്ടർ കോമയിലായിട്ടത്. അതെ അതെ, പുള്ളിക്കാരനെ ഞാൻ ജയിച്ചു കേട്ടോ പിന്നെ മലയാളം ചെയ്തിട്ട്. ആ ഇന്നസെൻസാണ് ഒരു പക്ഷേ എന്താ കാരണം വെച്ചാൽ ഈ മണ്ടൻ ഇന്നസെൻ്റ് എന്നൊക്കെ പറയണത് ഒരു പക്ഷേ വളരെ തിൻ ഡിവൈഡേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഒരുത്തൻ വളരെ നിഷ്കളങ്കമായി പ്രതികരിക്കും, അവൻ എന്തൊരു മണ്ടനാന്ന് വേണേൽ നമ്മൾ ചോദിക്കും. താങ്കൾ യഥാർത്ഥത്തിൽ നിഷ്കളങ്കം തന്നെയാണോ? ആർ യു ദാറ്റ് ഇന്നസെൻറ്റ് മിസ്റ്റർ പ്രതാപ്? I'm not innocent. You're not innocent. You're an innocent criminal.
I'm not a criminal. I'm innocent. Criminal are better collaborators. Let me just bring one more person. ഒരാളെ കൊണ്ടുവന്നു. Hi Pratap, I hope I've surprised you. പ്രതാപിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞങ്ങളുടെ 80s ആക്ടേഴ്സിൻ്റെ ഒരു റീയൂണിയൻ ഉണ്ട്, which was first held in Chennai. Pratap is extremely honest, and he is honest with his opinion, honest with whatever suggestions he has to make. ഇതെല്ലാം നല്ല suggestions ആണ്, and I love that honesty. So as I said, it's wonderful working with you. And the other thing, ആൾക്കാർക്ക് പറയാനുള്ളത്, പ്രതാപിനുള്ള ഒരു വെരി ഇൻഫെക്ഷ്യസ് ലാഫ്റ്റർ ഉണ്ട്. ഇപ്പം ഞാൻ അന്നേരം സെറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രതാപിന് ഒരു ചിരിയുണ്ട്, നല്ല ഒച്ചത്തി ചിരിക്കും. ഞാനതൊരു സാന്റാക്ലോസ് ചിരി എന്നാണ് ഞാൻ പേര് വെച്ചത്. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ് പ്രതാപ്. And but lovely working with you. You're an extremely talented actor, crazy but talented, and lovely working with you, and hoping to work with you soon again. Wish you all the very best for the future. Salute. നദിയ, താങ്കളിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് ഈ രണ്ടുപേരുടെ പരാമർശങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. I have a sense of humor because Andrew's sense of humor is basically different. But I enjoy laughing. പൊട്ടിച്ചിരിക്കും, അനവസരത്തിൽ ചിരിക്കുമോ? അതെ, അതാണ് തൊണ്ട പോയിരിക്കുന്നത്. എവിടെ ചിരിക്കും? If I find it funny, I laugh. ഒരിക്കലും ലാഫ്റ്റർ ഉള്ളിലേക്ക് വെക്കാറില്ല. യു ജസ്റ്റ് let it go.